പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കാതെ ഉപരി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടുത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഒരുപിടി ആൾക്കാരുടെ തിട്ടൂരം അനുസരിച്ച് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളും പിടിച്ചത് ചെങ്കൊടിയാ. ഞങ്ങൾക്ക് ഈ കൊടി ഇവിടെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന അഴിമതിക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഈ സമരം പിടിച്ച ചെഞ്ചോരക്കൊടി എന്ന് ഞങ്ങളുടെ കയ്യിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമെന്നാണ്. നിങ്ങൾ അതിനെ എതിർക്കും, എങ്ങനെയാണ്? ഞങ്ങൾ എതിർത്ത് തന്നെയാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തെ ആഹ്വാനം ഈ പരാതി ഈ കരുനാഗപ്പള്ളിയിൽ ഇന്ന് നടത്തി കൂട്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ അതെല്ലാം ഒരു പക്ഷത്തിന്റേതായി മാറ്റിയിട്ടുള്ള അത് നേതൃത്വത്തിന്റെയും കൂടെ സഹായത്തോടുകൂടി ഒരു പക്ഷത്തിന്റേതായി മാറ്റിയിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ ഉപരി കമ്മിറ്റിക്ക് ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിക്കും കൺട്രോൾ കമ്മീഷനും ഉൾപ്പെടെ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെക്കാലം ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിൽക്കും. പക്ഷേ ഈ അഴിമതിക്കാരായിട്ടുള്ളവരെ ഈ പ്രസ്ഥാനത്തിന് തലപ്പത്ത് നിന്ന് മാറ്റിയേ പറ്റൂ. കരുനാഗപ്പള്ളിയിൽ ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. പണവും സമ്പത്തും ബാറും മറ്റും മദ്യ ഉടമകളായി മാറിയിട്ടുള്ളവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ കരുനാഗപ്പള്ളിയിൽ നിയന്ത്രിക്കുന്നത്. ബിനാമി പേരുകൾ ബാർ ഉൾപ്പെടെ നടത്തുന്നവരാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളി പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഇവരിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ. ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ്. ആയിരങ്ങൾ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ്. പാർട്ടി നടത്തുന്നത് ഇത് അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും പാർട്ടി ഉൾക്കൊള്ളും. ഈ പറയപ്പെടുന്ന ഇന്ന് ഈ പൊരുവയിലത്ത് ആരും നിർദ്ദേശം കൊടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു സർക്കുലർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല. പോലീസ് ഉൾപ്പെടെയുള്ളവർ തടയുന്നു. അതെ അതെ, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. കേഡർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യം സംരക്ഷിക്കാൻ പാർട്ടി സഖാക്കളെ അതിന് നിൽക്കണം. ഉപരി കമ്മിറ്റിയും കൂടെ അതിനുവേണ്ടി നിൽക്കണം. ഞങ്ങളും പിടിച്ചത് ചോരക്കൊടിയാണ്. എന്റെ കയ്യിൽ പിടിച്ച കൊടി താരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിതിനു വേണ്ടി മരിച്ചു വീണാലും ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ കാണും. ഈ പ്രതിഷേധം പല പ്രാവശ്യമായിട്ട് ഞാൻ സംഘടനാപരമായിട്ട് അറിയിച്ചതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് പോരാട്ടം നടത്തുകയാണ്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമത്തിന് മുന്നിൽ പ്രതികരിച്ചത്. അത് ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിൽക്കും. തീർച്ചയായിട്ടും ഞാൻ കേൾക്കുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടാത്തതാണല്ലോ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ കരുനാഗപ്പള്ളിക്കാർക്കെല്ലാം അറിയാം എന്നെ. ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഞാന്. കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറചട്ടി നീയാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ഞങ്ങൾക്ക് അവിടുന്ന് തീർച്ചയായിട്ടും അതെ, ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഞങ്ങളെ അവരുടെ വലയിൽ തന്നെയാണ് കാണുന്നത്. ഞങ്ങളും അതിനാണോ പോകുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് അന്തസ്സോടെ നിന്ന് പറയണം. ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് പറയാൻ ഞങ്ങൾ കഴിയണം. അതേ ഞങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ വന്ന ഉപരി കമ്മിറ്റിയോടും പറഞ്ഞിട്ടുള്ളൂ. അടിക്കാനും കുത്താനും ആളിനെ നിർത്തിയിട്ട് ഞങ്ങളെ വെടിവെക്കുമ്പോൾ ഞങ്ങളെ വെട്ടാൻ വരുമ്പോൾ ഞങ്ങൾ വേണ്ടിയ കൊടി പിടിക്കുന്ന കൈ കുത്തി ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടുന്നത്? ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെയും ചട്ടുകമാകത്തില്ല, ആകത്തുമില്ല. ഞങ്ങൾ പിടിച്ച കൊടി സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറം ഒരാളിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞങ്ങള്. ഈ പ്രസ്ഥാനമാണ് വലുത്. ഞങ്ങൾക്ക് ഒരു നേതാവും എല്ലാ നേതാവും പാർട്ടിക്ക് കീഴിലാണ്. ആ പ്രസ്ഥാനത്തെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ചിന്ത. CPM ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച പാനലാണോ ഇന്നലെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തില്? ഈ പാർട്ടി ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. ആ ജനാധിപത്യം ഇവിടെ സംരക്ഷിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഉൾപാർട്ടി ജനാധിപത്യം ഈ പാർട്ടി പറയുന്നുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യം നടപ്പിലാക്കുവാൻ ഈ വന്ന ഉപരി കമ്മിറ്റിയിൽ നിന്ന് വന്ന സഹാക്കൾ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഈ ഏരിയയിലാകും. നിങ്ങളിന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കേരളത്തിൽ മുഴുവൻ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. വേറെ എങ്ങും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പാർട്ടി നടപടി പേടിക്കുന്നുണ്ടോ? കരുനാഗപ്പള്ളിയിലെ നേതൃത്വത്തിന്റെ കഴിവേട് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഈ സമ്മേളനം ഇത്രയും ലാഗ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി ഇന്ന് കൊല്ലം ജില്ലയിലെ വിവിധ ഏരിയകളിൽ സമ്മേളനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് കഴിഞ്ഞു. എന്നാൽ കരുനാഗപ്പള്ളിയിൽ മാത്രം എന്ത് സംഭവിക്കുന്നു? അത് ഇവിടുത്തെ നേതൃത്വത്തിലെ കഴിവുകേടാണ്. കഴിഞ്ഞ 18-ാം തീയതി എന്തുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്? കഴിഞ്ഞ 18-ാം തീയതി ഈ ലോക്കൽ സമ്മേളനം എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? ഞാൻ ഈ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ ബേസ് ചെയ്തല്ല സംസാരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയോടുള്ള ബഹുഭൂരിപക്ഷം ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ നിന്നും വ്യത്യസ്തമായി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലെ നേതൃത്വത്തിന്റെ വല്ലാത്ത ഇടപെടലിന്റെ ഭാഗമായിട്ട് ഏകപക്ഷീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് അതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നിട്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എന്നിട്ട് വീണ്ടും നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ നടത്തിപ്പിലാണ് ഇന്നലെ കുലശേഖരത്ത്
അനാശാസ്യപരമായ പ്രവർത്തനം ഇന്നലെ വലിയ സംഘർഷവും അവിടെ പൂട്ടിയിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഭാഗത്ത് നടന്നത് കല്ലേലി ഭാഗത്ത് സംഘർഷത്തിലേക്ക് വന്നില്ല. അവിടെ പാർട്ടി അച്ചടക്കത്തിന്റെ പേരിൽ സഹാക്കളെ ഉൾക്കൊണ്ടുകൊണ്ടുപോയി. ഇതേ ധാർഷ്ട്യ മനോഭാവത്തിലുള്ള സമീപനമാണ് കല്ലേലി ഭാഗത്ത് സ്വീകരിച്ചത്.